ഹായ്, റാൻഡം പ്രോസസ് എന്ന മോഡ്യൂളിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസിഡർ ദ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി, where a and b are independent random variables with zero mean and equal variance. Show that x of t is WSS. എന്തൊക്കെയുണ്ട്? എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. എന്ത് പറയുന്നുണ്ട്? വിത്ത് സീറോ മീൻ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബിയും സീറോയാണ്. അപ്പൊ ആദ്യം എന്താണ്? ഗിവൺ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. പിന്നെന്ന് പറയുന്നുണ്ട് വിത്ത് സീറോ മീൻ. സീറോ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? മീൻസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ബി ഈക്വൽ ടു സീറോ എന്നാണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ആൻഡ് ഈക്വൽ വേരിയൻസ്. ഈക്വൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ വേരിയൻസ് അതായത് വേരിയൻസ് ഓഫ് എയും വേരിയൻസ് ഓഫ് ബിയും ഈക്വൽ ആണ്. ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് എയും വേരിയൻസ് ഓഫ് ബിയും ഈക്വൽ ആണ്. ഈക്വൽ ടു സിഗ്മ സ്ക്വയർ നമുക്ക് എടുക്കാം. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണല്ലോ. വേരിയൻസ് ഓഫ് എ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് ഇ ഓഫ് എ ദ ഹോൾ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് ബി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് ഇ ഓഫ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറഞ്ഞ സീറോ ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് ബിയും സീറോ ആണ്. അപ്പൊ എന്തേ ഉള്ളൂ? രണ്ടും സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് എടുത്തല്ലോ. അപ്പൊ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നതും എക്സ്പെക്ടേഷൻ ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നതും ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി എന്താണ് പറയുന്നത്? നമ്മുടെ എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ ബി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ ബി നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് അതിനെ കണ്ടുപിടിക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എ ബി എന്താണ്? എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. therefore എക്സ്പെക്ടേഷൻ ഓഫ് എ ബി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ബി ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബിയും സീറോ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ സീറോ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഓഫ് ടി ഒരു WSS പ്രോസസ് ആണ് ചെയ്യാൻ നോക്കാം. ആദ്യം എന്താണ്? മീൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതണം. അടുത്ത് നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മീൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ്. ഇത്രയും മനസ്സിലിരിക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇതല്ലേ? അപ്പൊ എങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് എന്ന് എഴുതാലോ. എക്സ്പെക്ടേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി സൈൻ ഒമേഗ ടി. ഇതല്ലേ? ഇങ്ങനെ എഴുതാം. ഇവിടെ എന്താണ്? നമ്മുടെ എയും ബിയും റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ കോസ് ഒമേഗ ടി കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എന്ത് വരും? കോസ് ഒമേഗ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എ ആണല്ലോ. എയും ബിയും ആണ് റാൻഡം വേരിയബിൾസ്. അപ്പൊ എക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എ വരും, മറ്റേത് കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എ പ്ലസ് അവിടെ എന്താണ്? സൈൻ ഒമേഗ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്ന് വന്നു അല്ലേ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബിയും സീറോ ആണ് നേരത്തെ കിട്ടിയില്ലേ? അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബിയും സീറോ ആണ്. കോസ് ഒമേഗ ടി ഇൻറ്റു സീറോ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു സീറോ. ഇതല്ലേ? അപ്പൊ എന്താണ്? സീറോ എന്നാണ് കിട്ടുന്നത്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി? മീൻ ഈസ് എ കോൺസ്റ്റന്റ്. മീൻ സീറോ എന്ന് കിട്ടി. ഈസ് എ കോൺസ്റ്റന്റ് ആണ്. സീറോ ഈസ് എ കോൺസ്റ്റന്റ്, മീൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇനി എന്തും കൂടെ വേണം? ആട്ടോ കോറിലേഷൻ കൂടെ കാണണം. അതും കൂടെ കണ്ടുപിടിക്കാം. എന്താണ് ആട്ടോ കോറിലേഷൻ?
കോറിലേഷൻ എന്ന് പറയുന്നത് RX of T1, T2 ആണ്. RX of T1, T2 ആട്ടോ കോറിലേഷൻ. എന്താണ് ഫോർമുല? എക്സ്പെക്ടേഷൻ ഓഫ് X of T1, X of T2 ഇതല്ലേ എക്സ്പെക്ടേഷൻ ഓഫ് എന്താണ് X of T1? X of T1 എന്താണ്? അതിൽ T1 കൊടുത്താൽ മതി. A cos omega T1 plus B sin omega T1 into X of T2 എന്താണ്? A cos omega T2 plus B sin omega T2. ആദ്യത്തെ T1 അല്ല T2. ഇത് X of T1, അത് X of T2. അപ്പോൾ A cos omega T2 plus B sin omega T2. ഇത് എങ്ങനെ വരും? ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് A plus B into C plus D പോലെയല്ലേ? ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 4 ടേംസ് കിട്ടൂലേ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ഇതും കൂടെ വരുമ്പോൾ എന്ത് വരും? A സ്ക്വയർ cos omega T1 cos omega T2 അല്ലേ? പ്ലസ് അടുത്തെന്താണ്? ഇത് രണ്ടും കൂടെ വരും. AB cos omega T1 sin omega T2 പ്ലസ് അടുത്തെന്താണ്? ഇതുമായി ഇനി അടുത്തത് രണ്ടും കൂടെ AB sin omega T1 cos omega T2 പ്ലസ് ഇനി എന്താണ്? ഈ ടേം വരും പ്ലസ് B സ്ക്വയർ sin omega T1 sin omega T2. ഇത്രയല്ലേ? ചെയ്ത് നോക്കാം. ഇത്രയും എക്സ്പെക്ടേഷൻ ഓഫ് അല്ലേ? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് പ്രത്യേകം എടുക്കാമല്ലോ. E of this plus E of this plus E of this plus E of this ഇങ്ങനെ എടുത്തൂടെ? അപ്പൊ ആദ്യത്തിൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എന്താണ്? A ആണ് റാൻഡം വേരിയബിൾ. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് A സ്ക്വയർ ഇൻറ്റു ബാക്കി എന്താണ്? കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 അല്ലേ? പ്ലസ് ഇതെന്താണ്? ഇത്രയും കോൺസ്റ്റന്റ് വെളിയെടുക്കാം. കോസ് ഒമേഗ T1 സൈൻ ഒമേഗ T2 എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് AB പ്ലസ് ഇതും എന്താണ്? സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് AB സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് AB പ്ലസ് അടുത്തതോ ഇത് വെളിയിലാക്കിയിട്ട് സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2 എക്സ്പെക്ടേഷൻ ഓഫ് B സ്ക്വയർ. ഇത്രയല്ലേ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് A സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് B സ്ക്വയറും സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് A സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് B സ്ക്വയർ എന്ന് പറയുന്നതും സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് AB എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് AB എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് A ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് B ആണ് 0 ആണ്. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് AB വരുന്നത് 0. ഇത് 0 കണ്ടോ? 0 ഇതും 0. ബാക്കി എന്തേ ഉള്ളോ? ബാക്കി രണ്ട് ടേം ഉള്ളോ? ഇത് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് അടുത്തെന്താണ്? ഇത് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2 ഇതല്ലേ? സിഗ്മ സ്ക്വയർ വെളിയിലാക്കാം. സിഗ്മ സ്ക്വയർ ഇൻറ്റു ബാക്കി എന്ത് വരും? കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2. ഇതിപ്പോ എന്ത് പോലെയാണ്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അല്ലേ? എന്താണ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി? കോസ് ഓഫ് എ മൈനസ് ബി അല്ലേ? അപ്പൊ എന്ത് കിട്ടി? സിഗ്മ സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ്
ഒമേഗ T1 മൈനസ് ഒമേഗ T2 എന്നാണ് കിട്ടിയത് അല്ലേ. കോസ് എ കോസ് ബി പ്ലസ് കോസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എ മൈനസ് ബി ആണ്. സിഗ്മ സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 എന്നാണ്. അതായത് സിഗ്മ സ്ക്വയർ കോസ് ഒമേഗ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് T1 മൈനസ് T2 ടൈം ഡിഫറൻസ് സിഗ്മ സ്ക്വയർ കോസ് ഒമേഗ ടോ. ആൻസർ ആയി കഴിഞ്ഞില്ലേ. എന്താണ് ആട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ഡിഫറൻസ് ടോ. അപ്പൊ എന്ത് പറയാം, മീൻ ഈസ് എ കോൺസ്റ്റന്റ്, മീൻ 0 എന്ന് കിട്ടി, മീൻ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ആട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ഡിഫറൻസ് ടോ. T1 മൈനസ് T2 എന്ന ടോ ആണ്. അപ്പൊ എന്ത് പറയാം, therefore x of t is a WSS process ആയില്ലേ. x of t WSS process. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, next question is, a random process x of t is defined by x of t equal to y of t into cos omega t plus theta, where y of t is a WSS process. Omega is a constant and theta is a random variable which is uniformly distributed in 0, 2 pi and is independent of y of t. Show that x of t is WSS. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? നമ്മൾ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആണ്. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് y ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അതിനകത്തുള്ള ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. y ഓഫ് ടി എന്താണ്? y ഓഫ് ടി എന്ന് പറയുന്നത് ഒരു WSS പ്രോസസ് ആണ്. y ഓഫ് ടി ഈസ് എ WSS പ്രോസസ്. പിന്നെ എന്ത് പറയുന്നുണ്ട്, തീറ്റ റാൻഡം വേരിയബിൾ ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ബിറ്റ്വീൻ 0, 2 പൈ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 0, 2 പൈ ആണ്. അതുകൊണ്ട് എന്റെ PDF എന്താണ്? ഇത് ആൻസർ ആണ്. തീറ്റ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ PDF എന്താണ്? എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 0, 2 പൈ എന്നല്ലേ. അപ്പം 1/2 പൈ, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2 പൈ, 0 അതർവൈസ്. അതെഴുതി. ഇനി എന്താണ്, y ഓഫ് ടി ഒരു WSS പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ മീൻ എന്താണ്? മീൻ ഈസ് എ കോൺസ്റ്റന്റ്. എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് ടി ഈക്വൽ ടു c എന്ന് പറയാം. ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ആട്ടോ കോറിലേഷൻ എന്താണ്? ry ഓഫ് T1, T2 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഡിഫറൻസ് ടോ എന്നല്ലേ. അതിന് r ടോ എന്ന് പറയാം. y ഓഫ് ടി എന്ന് പറയുന്നത് ഒരു WSS പ്രോസസ് ആണ്. അപ്പൊ മെയിൻ എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് c. ആട്ടോ കോറിലേഷൻ ry ഓഫ് T1, T2 എന്ന് പറയുന്നത് r ടോ എന്ന് പറയാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഡിഫറൻസ് ടോ. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കണം. ഇത് ഈ എക്സ് ഓഫ് ടി ഒരു WS ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എക്സ് ഓഫ് ടിയുടെ മീൻ കണ്ടുപിടിക്കണം, ആട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ചെയ്യാം. മീൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി? എന്താണ്? y ഓഫ് ടി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതല്ലേ. ഇവിടെ തീറ്റ റാൻഡം വേരിയബിൾ ആണ്. y ഓഫ് ടി ഒരു WSS പ്രോസസ് ആണ്. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് രണ്ടും പ്രോഡക്റ്റ് ആയിട്ട് വരുമല്ലേ, ഇൻഡിപെൻഡന്റ് അല്ലേ. ഈ y ഓഫ് ടിയും തീറ്റയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ അല്ലേ. ഇങ്ങനെയല്ലേ. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് ടി? അതൊരു കോൺസ്റ്റന്റ് ആണ് c. c ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇതെന്താണ്? ഇന്റഗ്രൽ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. തീറ്റയാണ് റാൻഡം വേരിയബിൾ. അപ്പൊ അതിന്റെ PDF എഫ് തീറ്റ ഡി തീറ്റ. ഇതല്ലേ. ലിമിറ്റ് എന്താണ്? തീറ്റയുടെ ലിമിറ്റ് 0 to 2 പൈ. ഇത്രയല്ലേ വരുന്നത്. ഇനി എഫ് തീറ്റ കൊടുക്കാം. അപ്പൊ എന്ത് വരും? സി ഇന്റഗ്രൽ 0 to 2 പൈ എഫ് തീറ്റ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. എഫ് തീറ്റ 1/2 പൈ ഡി തീറ്റ. ഇതല്ലേ. ഇപ്പൊ 1/2 പൈ കോൺസ്റ്റന്റ് ആണ്, വെളിയിലാക്കാം. c/2 പൈ. ഇന്റഗ്രൽ ഓഫ് കോസ് എന്താണ്? സൈൻ. സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ലിമിറ്റ് എന്താണ്? 0 to 2 പൈ. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും?
സി ബൈ 2 പൈ സൈൻ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് 2 പൈ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 0. എന്താണ് സൈൻ തീറ്റ പ്ലസ് 360? 2 പൈ 360 ആണ്. സൈൻ തീറ്റ പ്ലസ് 360 സൈൻ തീറ്റ തന്നെയാണ്. സി ബൈ 2 പൈ സൈൻ ഒമേഗ ടി തന്നെയാണ്. മൈനസ് സൈൻ ഒമേഗ ടി രണ്ടും കൂടെ വെട്ടിക്കളയുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ് കിട്ടിയത്? മീൻ ഈക്വൽ ടു 0, അതായത് മീൻ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടി. മീൻ ഈക്വൽ ടു 0, അതായത് മീൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇനി എന്ത് കിട്ടണം? ആട്ടോ കോറിലേഷൻ കൂടെ കണ്ടുപിടിക്കണം. ആട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഡിഫറൻസ് ടോ എന്ന് കൂടെ കണ്ടുപിടിക്കണം. അതും കൂടി ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ആട്ടോ കോറിലേഷൻ ആണ്. എന്താണ് ആട്ടോ കോറിലേഷൻ? ആർ വൈ ഓഫ് T1, T2 ആണ്. ആർ വൈ ഓഫ് T1, T2. എന്താണ് ആർ വൈ ഓഫ് T1, T2? എക്സ്പെക്ടേഷൻ ഓഫ് അല്ല, ആർ എക്സ് ഓഫ് തന്നെയാണ്. എക്സ് ഓഫ് ടി അല്ലേ ഉള്ളത്. ആർ എക്സ് ഓഫ് T1, T2 ആട്ടോ കോറിലേഷൻ. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1, എക്സ് ഓഫ് T2. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 എന്താണ്? ഇതിനകത്ത് T1 കൊടുത്താൽ മതി. ബൈ T1 കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ ബൈ T1 കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു എക്സ് ഓഫ് T2 എന്താണ്? ബൈ T2 കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. ഇതാണ്. അപ്പൊ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് ബൈ ഓഫ് T1 ബൈ ഓഫ് T2, അത് പ്രത്യേകിച്ച് എടുക്കാം. ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. ഇതല്ലേ? കാരണം തീറ്റ ഒരു റാൻഡം വേരിയബിൾ ആണ്. വൈ ഓഫ് ടി ഒരു റാൻഡം പ്രോസസ് ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് T1 ഇൻറ്റു വൈ ഓഫ് T2 ഇൻറ്റു പിന്നെ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ T1 തീറ്റ പ്ലസ് തീറ്റ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. ഇങ്ങനെ എടുക്കാം. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് T1 ഇൻറ്റു വൈ ഓഫ് T2 എന്ന് പറഞ്ഞാൽ? ഇത് ആർ എക്സ് ഓഫ് T1, T2 ആണ്. അപ്പൊ ഇതെന്താണ്? ആർ വൈ ഓഫ് T1, T2 അല്ലേ? ആർ വൈ ഓഫ് T1, T2 അല്ലേ? ബാക്കി എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ്? എക്സ്പെക്ടേഷൻ ഓഫ് എന്ത് വരും? ഇന്റഗ്രൽ കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. റാൻഡം വേരിയബിൾ തീറ്റയാണ്. അപ്പൊ ഇൻറ്റു എഫ് തീറ്റ അപ്പൊ ഡി തീറ്റ. ഇങ്ങനെയല്ലേ വരേണ്ടത്? തീറ്റയുടെ ലിമിറ്റ് എന്താണ്? 0 to 2 പൈ ആണ്. ഇതല്ലേ? എന്താണ് ആർ വൈ ഓഫ് T1, T2 എന്ന് പറയുന്നത്? ആർ ബൈ ടോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആർ ബൈ ടോ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 പൈ കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 by 2 പൈ ഡി തീറ്റ. ഇതല്ലേ? നമുക്ക് ആ 1 by 2 പൈ വെളിയിലാക്കാം. ആർ ബൈ ടോ ബൈ 2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ. എന്താണ് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ? കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ആണ്. കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സം പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ് ബൈ 2 എന്നാണ്. അതായത് കോസ് ഓഫ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റ പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ് കോസ് ഓഫ് സം പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ്. ഡിഫറൻസ് എന്താണ്? ഒമേഗ T1 മൈനസ് ഒമേഗ T2. തീറ്റ വെട്ടി പോകും ബൈ 2 പിന്നെ ഒരു ഡി തീറ്റ. ഇനി ഇന്റഗ്രേഷൻ കൂടിയല്ലേ ഉള്ളൂ. ഈ 2 ഇങ്ങ് വെളിയിലാക്കാം. അപ്പൊ എന്ത് വരും? നമ്മൾ ആട്ടോ കോറിംഗ് ചെയ്ത് നോക്കുകയാണേ. ആർ ബൈ ടോ ബൈ 4 പൈ
ആർ ബൈ ടോ ബൈ 4 പൈ. എന്താണ് ഇന്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത്? സൈൻ അല്ലേ? സൈൻ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റ ബൈ ഈ ആംഗിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഒരു 2 കൂടെ വരും പ്ലസ് ഇതെന്താണ്? ഇതിനകത്ത് തീറ്റ ഇല്ല, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്തൊരു ഇൻറ്റു തീറ്റ എന്ന് വരും. കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 ഇൻറ്റു തീറ്റ അല്ലേ? ലിമിറ്റ് എന്താണ്? 0 to 2 പൈ. നമുക്കിനി ലിമിറ്റും കൂടെ കൊടുക്കണം. ലിമിറ്റ് കൂടെ കൊടുക്കാം. ഈ ബൈ 2 കൂടെ അല്ല, ബൈ 2 അവിടെ വരില്ല. ആർ ബൈ ടോ ബൈ 4 പൈ. നമുക്കിവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കാം. എന്താണ്? സൈൻ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റയാണ്. തീറ്റയ്ക്ക് 2 പൈ കൊടുക്കും, അപ്പൊ 4 പൈ പ്ലസ് 4 പൈ ബൈ 2 അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ സൈൻ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 ബൈ 2 പ്ലസ് ഇവിടെ കൊടുക്കുമ്പോഴോ കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 ഇൻറ്റു തീറ്റയ്ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പൈ മൈനസ് 0. ഇത്രയല്ലേ? ഇതെന്താണ്? 4 പൈ എന്ന് പറഞ്ഞാൽ 720 രണ്ട് വട്ടം കറങ്ങി വരുന്നു. 360 ഡിഗ്രി ഒരു വട്ടം കറങ്ങി വരുന്നു. 720 എന്താണ്? 2 പ്രാവശ്യം വട്ടം കറങ്ങി വരുമ്പോൾ എന്താണ്? സെയിം തന്നെയാണ്, സൈൻ തീറ്റ തന്നെയാണ്. അപ്പൊ ഒരു ആർ ബൈ ടോ ബൈ 4 പൈ സൈൻ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 ബൈ 2 മൈനസ് സൈൻ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 ബൈ 2 തന്നെയല്ലേ? അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോകുമല്ലോ. അവിടെ എന്താണ്? പ്ലസ് 2 പൈ കോസ് ഒമേഗ വെളിയിലെടുത്തു കഴിഞ്ഞാൽ T1 മൈനസ് T2 അല്ലേ? അപ്പൊ എന്ത് വരും? ഏതാണ്ട് ആൻസർ എത്തിക്കഴിഞ്ഞു. പൈ പൈ വെട്ടിക്കളയാം, 2 വെട്ടിപ്പോവും. ബാക്കി എന്ത് വന്നു? ആർ ബൈ ടോ ബൈ 2 കോസ് ഒമേഗ T1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ എന്താണ്? T1 മൈനസ് T2 ടൈം ഡിഫറൻസ് ടോ. അപ്പൊ എന്ത് വന്നു? ആർ ബൈ ടോ ബൈ 2 കോസ് ഒമേഗ ടോ എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ഡിഫറൻസ് ടോ. ആദ്യം എന്ത് കിട്ടി? എക്സ് ഓഫ് ടി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടി. എക്സ് ഓഫ് ടി അല്ലല്ലോ, മീൻ ഈസ് എ കോൺസ്റ്റന്റ് ആണ് ആദ്യം കിട്ടി. മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഇപ്പൊ എന്ത് കിട്ടി? ആട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ഡിഫറൻസ് ടോ. അപ്പൊ എന്ത് പറയാം? therefore x of t is a WSS process. x of t is a WSS process. ആൻസർ ആയി കഴിഞ്ഞില്ലേ? ഓക്കെ, താങ്ക് യു.